എല്ലാ വട്ടത്തെയും പോലെ ഇന്നത്തെ ഔട്ടിങ്ങും ഞാൻ തന്നെയാണ് പ്ലാൻ ചെയ്തെങ്കിലും ഇന്നത്തെ ഔട്ടിങ്ങിൽ കുറച്ച് സീരിയസ് മൂഡായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യണോ എന്നാൽ പെട്ടെന്ന് ഡൽഹിയിലോട്ട് പോരെ. ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് ഓൾവേസ് ഈക്വൽ ടു ഫ്രീ ഹെയർ സ്റ്റൈലിംഗ്. ഔട്ടിങ്ങിന് പോകുമ്പോൾ ഞാനും ഒപ്പൂസ് ഫുൾ ഹാപ്പി ഓൺ മൂഡിലാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആള് ഫുൾ കോൺസെൻട്രേഷൻ മൂഡിലാണ്. പുള്ളി എന്താണാവോ ചിന്തിച്ചിരിക്കുന്നത്, ഇനി പെട്രോൾ റേറ്റ് ആയിരിക്കും. എന്തായാലും എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള ആലോചനയിലാണ്. ഇതിനിടയ്ക്ക് ഞാനും എൻ്റെ അപ്പുക്കുട്ടനും കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നു. പുള്ളി ഇരുന്ന് ചിന്തിച്ചു പോട്ടെ, നമ്മളെന്തിനാ വെറുതെ ശല്യം ചെയ്യാൻ പോണേ അല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒട്ടും സീരിയസ് അല്ലാന്ന്. ഞാനും സീരിയസ് ആണ് ഗൈസ്. മെയിൻവെയിൽ എൻ്റെ ചിന്ത മൊത്തം റീൽ ഐഡിയാസിനെ പറ്റിയിട്ടായിരുന്നു. അവിടെ ചെന്നിട്ട് എന്ത് റീൽ എടുക്കുമെന്നായിരുന്നു ഞാൻ ഫുൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഫൈനലി നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തിയിരിക്കുന്നു ഗായ്സ്. വി റീച്ച്ഡ് ഇന്ത്യ ഗേറ്റ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ ഗേറ്റിൽ വരുന്നതെന്ന്. പക്ഷേ ഇത് 4th ടൈമാണ് ഗേസ് ഇന്ത്യ ഗേറ്റിൽ ഞാൻ വരുന്നത്. എന്നാലും എനിക്കിത് വൈബാണ്. എന്തൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൻ്റെ ഇന്ത്യ ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. സ്റ്റിൽ ഹീസ് ഓൺ സീരിയസ് മോഡ്. എന്തൊക്കെയെന്ന് വെച്ചാൽ ആഫ്റ്റർ മാരേജ് ഞങ്ങളുടെ ഫുൾ ഡേ ഔട്ട്, കുറച്ച് മെമ്മറീസും പിന്നെ കുറേ അധികം മൂഡ് സ്വിങ്സും ആണ്. മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്തായാലും കണ്ടന്റ് ക്രിയേറ്റിംഗ് മോഡിലായതുകൊണ്ട് ഇനി എന്ത് റീൽ എടുക്കുമെന്നുള്ള ചിന്തയിലാണ്. സ്റ്റിൽ ഐ എം തിങ്കിങ് അബൌട്ട് ദാറ്റ് റീൽ ബിക്കോസ് മൈ ഡെഡിക്കേഷൻ ലെവൽ ഈസ് 100% ഗൈസ്. കാണുന്നവർക്കൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ ഒരു മോഡലായിട്ടാണ് ഗൈസ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ക്യാറ്റ് വാക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയേ. മോഡൽ ലൈഫ് ഡൽഹി ഫാഷൻ വീക്ക് റെഡി. ബട്ട് എന്തായാലും ഔട്ടിങ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് സ്ട്രീറ്റ് ഫുഡ് ഗൈസ്. അത്യാവശ്യത്തിന് വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കണ്ടൊരു ബേൽപൂരി കടയിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ പോയേ. പുള്ളിക്കാരൻ എന്ത് ഭംഗിയായിട്ടെന്നറിയാം കട അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു കാണാൻ തന്നെ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചേട്ടനുണ്ടല്ലോ ഭേൽപൂരി മിക്സ് ചെയ്യുന്ന സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും DJ ചെയ്യുമെന്ന്. അത്ര സ്പീഡാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഭേൽപൂരി കഴിക്കുമ്പോൾ പോലും സ്റ്റിൽ എക്സ്പ്രഷൻ അൺചേഞ്ച്ഡ് ആണ് ഗൈസ് എൻ്റെ കെട്ടിയൻ്റെ മുഖത്ത്. ഇനിയിപ്പോൾ എന്നാ ചെയ്തിട്ടാണ് പുള്ളീനെ ഒന്ന് ചിരിപ്പിക്കാന്നറിയാൻ പാടില്ല. ഡൽഹിയിൽ ഒരു കളർഫുൾ ടെംപ്റ്റേഷൻ ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. നോക്കിക്കേ എന്നാ സൂപ്പറാന്ന് നോക്കി. എന്തായാലും ആ ചേട്ടൻ കാണാതെ ഞാൻ സീക്രട്ട് ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫി സെൻസ് എന്നൊന്ന് പറയണേ ഫ്രണ്ട്സ്. കണ്ടാ പറയില്ലെങ്കിലും ഞാനൊരു സകലകല വല്ലഭയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര കഴിവാണേ. അങ്ങനെ ഇന്ത്യ ഗേറ്റൊക്കെ കറങ്ങി ഫൈനലി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. തിരിച്ചും നമ്മൾ ഓട്ടോ തന്നെയാണ് ബുക്ക് ചെയ്ത് പോകുന്നത്. കെട്ടിയോൻ്റെ ഫേസ് കുറച്ച് സീരിയസ് ആയിരുന്നാലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഗൈസ്. ഔട്ടിങ്ങിൽ പെർഫെക്റ്റ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ഗൈസ്. പെർഫെക്റ്റ് കമ്പനി ഉണ്ടല്ലോ. എന്റെ നെക്സ്റ്റ് മിഷൻ ഇത് തന്നെയായിരിക്കും. എങ്ങനെ എന്റെ കെട്ടിയോന്റെ ഫേസിലെ ഫുൾ സ്മൈൽ ക്യാപ്ചർ ചെയ്യാന്നായിരിക്കും. നടക്കുമെന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നടന്നാലും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഡേ ഔട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.